ഇങ്ങനെ ഒന്നായി വന്ന് അതിൽ അടുത്ത് എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷീറ്റ് എന്തോ കാറ്റിനെടുക്കുകയാണെന്ന്. പിന്നെ നോക്കുമ്പോൾ ആ ശബ്ദം കൂടി കൂടി വന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ ചേർത്ത് ചെരിഞ്ഞ് കിടന്ന് പിടിച്ച്. അപ്പോഴത്തേന് ചുമരും ഒന്നായി മേലൊക്കെ എൻ്റെ മേത്തേക്ക് വീണ് ബേക്കോട്ട് പോയി. ഞാനും എൻ്റെ കുട്ടി ഒന്നായിപ്പോയി. ഭിത്തി അടിച്ചു പോയി. എൻ്റെ വാപ്പയും അമ്മയും അവരാദ്യം പോയി. അപ്പം ഞാനും പോയി. കുറേ താഴെ കൊലിച്ചു പോയി. അപ്പോൾ തന്നെ എൻ്റെ കുട്ടീൻ്റെ കൈ ഞാൻ വിട്ടു. മോനങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു കമ്പി കിട്ടി എനിക്ക്. ഞാൻ ആ കമ്പിയിൽ പിടിച്ച് കുറേ നേരം തൂങ്ങി നിന്ന്. പിന്നെ അങ്ങനെ റോഡിലേക്ക് നടന്നു വന്ന ആ ഇരുട്ടത്ത് അവിടെ വന്ന് നിന്നപ്പോൾ ആരോ എന്നെ അങ്ങോട്ട് കൊണ്ടത്. എനിക്കൊന്നും ഓർമ്മയില്ല. ആ ഒരു ശബ്ദം മാത്രം ഇപ്പോഴും ചെവിയിലുണ്ട്. എൻ്റെ മോനും പാപ്പയും ഒന്നിച്ച് പോയി. എല്ലാം പോയി. ഞാൻ ഒറ്റക്കായി. ഞങ്ങൾ 4 ആളായിരുന്നു ആ വീട്ടിൽ. 3 ആളും. അപ്പം ഞാൻ മാത്രമായി. വീടും പോയി, എല്ലാം പോയി. എൻ്റെ പൈതലും പോയി. അങ്ങനെ നടന്ന് റോട്ടിലേക്ക് വന്ന് ഏതോ മതിൽ കൂടെയൊക്കെ കയറിയിട്ട് അപ്പോൾ തന്നെ എൻ്റെ കുട്ടീനെയൊക്കെ ഒന്നോ കിട്ടി. ഇപ്പോഴാണ് അവരെ മറവ് ചെയ്തത്. അറിയില്ല, ഞാൻ അവരെ കണ്ടിട്ടില്ല. 3 ആളെയും കണ്ടിട്ടില്ല. നാളെ ഒന്നും അറിയില്ല. ആ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ചെവി. 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. രാത്രി മരവും മതിലോ എന്തൊക്കെയോ ബിൽഡിങ്ങൊക്കെ വരുന്ന ശബ്ദമൊക്കെ ആയിട്ട്. ഒന്നുമില്ല, കിടക്കല്ലേ. ഒന്നായി കണ്ണിങ്ങനെ തുറന്നപ്പോത്തിന് വന്നതല്ലേ. അറിഞ്ഞില്ലല്ലോ വരുന്നുണ്ട് എന്നുള്ളതൊന്നും വിവരം അറിയില്ല. നമ്മൾ വാതിലടച്ച് കിടന്നില്ലേ, കുട്ടീനെ അടുത്ത് വെച്ച് കിടന്നില്ലേ. അടുത്ത് ഇങ്ങോട്ട് എത്തിയപ്പോൾ തന്നെ കിട്ടും ഈ തലയിലൊക്കെ വീണ് ബേക്കോട്ട് ഇങ്ങനെ കട്ടിൽ. എൻ്റെ കുട്ടിയും ചുമരടക്കം ബേക്കോട്ട് പോയി. ഇങ്ങനെ ബേക്കിലേക്കാണ് പോയത് ഞാൻ. ഇത്രയും ഉയരത്തിൽ വെള്ളം ബേക്കിലേക്ക് ഇങ്ങനെ മണ്ണിൽ കൂടെ ഇങ്ങനെ പോയി. ഞാൻ വാപ്പയും നേരെ പോയി. ഞാൻ ആ സൈഡിൽ എവിടെയോ തെറിച്ച് പോയി വീണ് ഒരു കമ്പിയിൽ പിടിച്ച് നിന്ന്. എല്ലാവരും നഷ്ടപ്പെട്ടവരുടെ വേദനയാണ് നമ്മൾ കേൾക്കുന്നത്. ചില കുടുംബങ്ങളിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്നു, ബാക്കി എല്ലാവരും നഷ്ടപ്പെടുന്നു. ചില കുടുംബങ്ങൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ബന്ധുക്കൾ ആളുകളെ തിരയാൻ വേണ്ടി ചിത്രങ്ങളുമായിട്ടാണ് പല ഇടങ്ങളിലും, ഇപ്പോൾ നിലമ്പൂരാകട്ടെ മേപ്പാടിയിലാകട്ടെ ആശുപത്രികളിലേക്ക് എത്തുന്നത് ചിത്രങ്ങളുമായാണ്. തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് പല മൃതദേഹങ്ങളെന്ന് നേരത്തെ പറയുകയും ചെയ്താണ്.